നൂറനാട് അജയൻ എഴുതിയ കൂരിയാറ്റ, ശമനി എന്നീ പുതിയ കഥാസമാഹാരങ്ങളുടെ പ്രകാശനം നടന്നു. CR മഹേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശബരിമല മുൻ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി പുസ്തകം പ്രകാശനം ചെയ്തു. നൂറനാട് അജയൻ രചിച്ച കൂരിയാറ്റ, ശമനി എന്നീ പുതിയ കഥാസമാഹാരങ്ങളുടെ പ്രകാശനം പാലമേലിൽ നടന്നു. CR മഹേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രഗത്ഭമതിയോ വലിയ സാഹിത്യകാരനോ ഒന്നും ആകണമെന്നില്ല. ചില പ്രായമുള്ള ആളുകളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കഥ അവർ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. അതുപോലെയാണ് ചില എഴുത്തുകാർ. നമ്മുടെ നാട്ടിലിപ്പോ എഴുത്തുകാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പക്ഷെ വായനക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതായിരിക്കും. നമ്മുടെ എല്ലാം ജീവിതം നവമാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിലും വാട്സപ്പിലും കളയ്ക്കപ്പെട്ടിരിക്കുക. പത്രങ്ങൾ പോലും വായിക്കാൻ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് താല്പര്യവുമില്ല, അവർക്ക് സമയവുമില്ലാത്ത കാലം. സമയമില്ല എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടലാണ്. തീർച്ചയായിട്ടും ശ്രീ അജയൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് എന്നെ ക്ഷണിച്ചാണ് എനിക്ക് വരാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഭാഷ കടുകട്ടിയല്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുക. അങ്ങനെ എഴുതി എഴുതി തെളിഞ്ഞ് നമ്മുടെ ഈ നാട്ടിലെ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറട്ടെ എന്ന് സായാഹ്നത്തിൽ പ്രത്യാശിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ലളിതമെങ്കിലും ഹൃദ്യമായ ചടങ്ങിൽ എത്തിച്ചേർന്ന നിങ്ങളോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ശബരിമല മുൻ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PP കോശി അധ്യക്ഷനായി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു, സംവിധായകൻ നൂറനാട് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രാജീവ്, രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നിവർ പുസ്തക പരിചയം നിർവഹിച്ചു. സാഹിത്യകാരൻ വിശ്വൻ പടനിലം, കവയത്രി യമുന ഹരീഷ്, പ്രഭ V മറ്റപ്പള്ളി, MR രാമചന്ദ്രൻ, ഷാജി നൂറനാട്, പ്രസാദ് ശ്രീധർ, റെജി ഗ്രേൻലാൻഡ്, പ്രദീപ് രാമകൃഷ്ണൻ, വന്ദന സുരേഷ്, രേഖ R താങ്കൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നൂറനാട് അജയൻ നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, ചാരിമൂട്.